വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പനീർ ടിക്കയാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നല്ല കട്ടിയുള്ള 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തത്. കുറച്ച് തൈര് ഒരു നേർത്ത തുണിയിൽ അല്പസമയം കെട്ടിവെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ്. ഈ കടലമാവ് നല്ലതുപോലെ ചൂടാക്കിയ ശേഷമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസൂരി മേത്തി ചേർക്കാനായിട്ട് മറക്കരുത്. അത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ക്യാപ്സിക്കമാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ചേർക്കുന്നത് സവാളയാണ്. സവാളയും ഇതേ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത്. 200 ഗ്രാം പനീറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പല കളറിലുള്ള ക്യാപ്സിക്കം കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഗ്രീൻ കളറിലുള്ളത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പനീറും മസാലയും എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ലതുപോലെ കവർ ചെയ്ത ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. പനീറിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സ്ക്വയറിലേക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. ആദ്യം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ആണ് വയ്ക്കുന്നത്. അതിനുശേഷം ഒരു സവാള വയ്ക്കാം. അതിന് മുകളിലായിട്ട് ഒരു പനീറിൻ്റെ ക്യൂബ് എടുത്ത് വയ്ക്കാം. ഈ ഒരു രീതിയിൽ ക്യാപ്സിക്കം, സവാള, പനീർ ഈ ഒരു ക്രമത്തിൽ നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാ പനീറും ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ട്രേയിൽ അലുമിനിയം ഫോയിൽ ഇട്ട ശേഷം അതിന് മുകളിലായിട്ടാണ് പനീർ വെച്ചിട്ടുള്ളത്. ഒരല്പം ഓയിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്കാണ് വെക്കുന്നത്. 10 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്നത്. 230 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് പനീർ ടിക്ക തയ്യാറാക്കാൻ എടുക്കുന്നത്. ഓരോ അവനിലും ടെമ്പറേച്ചറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ അവനനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 2 കോയിലും, അതായത് താഴത്തെയും മുകളിലത്തെയും കോയിൽ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ട്രേ ഞാൻ പുറത്തെടുത്ത് അതിലൽപ്പം കൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 20 മിനിറ്റാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പനീർ ടിക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.